ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് എങ്ങനെയായിരുന്നു എന്ന് കണ്ടാലോ? നല്ല മട്ടേരിയുടെ ചോറും അതിലോട്ട് നല്ല ഒഴിച്ചുകറിയായിട്ട് പപ്പായയും ചേമ്പും കൂടിയിട്ട് മോര് കാച്ചിയ ഒരു കറിയും പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു പയറുപ്പേരിയും നല്ല മുരുത്ത കുഞ്ഞമത്തി പൊരിച്ചതും ഒക്കെ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അതിലേക്ക് സൈഡായിട്ട് കൂട്ടാൻ വെളുത്തുള്ളി അച്ചാറും പിന്നെ അതുപോലെ പപ്പടവും പിന്നെ നല്ല കാന്താരി ഉപ്പിലിട്ട മുളകും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ കുമ്പളങ്ങ പിന്നെ അതുപോലെ പപ്പായ ഇതൊക്കെ മോര് കാച്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടി ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഹാഫ് വേണ്ടി വന്നുള്ളൂ. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചേമ്പും, ഇത് രണ്ടും കഴുകി മുറിച്ച് അതിലോട്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 4 പച്ചമുളക് നടുവ് കീറിയതും പിന്നെ ആവശ്യത്തിന് ഉപ്പും 2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് കുക്കർ അടച്ച് സ്റ്റൗവിൽ വെച്ച് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരക്കിയത്, 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു 3-4 ചെറുള്ളിയും പിന്നെ അതുപോലെ 3 വെളുത്തുള്ളിയും പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകം ഒരുപാടാവരുത്, ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ഒരു ഗ്ലാസ്സോളം കട്ടത്തൈര്, ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരാണ്, അത്യാവശ്യം പുളിയുള്ളതാണ് കേട്ടോ. പുളിയുള്ളതാണ് ഈ കറിയുടെ ടേസ്റ്റും. ഇതൊക്കെ കൂടി അരച്ച് റെഡിയാക്കിയിട്ട് കുക്കറിലോട്ട് നമ്മൾ ഈ അരപ്പ് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായി തിള വന്നതിന് ശേഷം വാങ്ങി വെക്കാം. എന്നിട്ട് ഈ കറിയിലോട്ടുള്ള താളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് കടുകും ഒരിത്തിരി ഉലുവയും പിന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെയും ഒരു 4 വറ്റൽമുളകും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് കറിയുടെ മിക്സിലോട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.